ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു കപ്പ് ചോറ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ പൊറോട്ട എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ പൊറോട്ട, കുട്ടികൾക്കും വലിയവർക്കൊക്കെ. ഹെൽത്ത് അത്ര നല്ലതല്ലെങ്കിലും പൊറോട്ട ഇഷ്ടപ്പെടാത്തവരാരോ ഉള്ളത്. പക്ഷേ അത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് വെച്ചിട്ട് നമ്മളത് ഒഴിവാക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം, ഈസി ആയിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ലാഘവത്തോടുകൂടി പൊറോട്ട എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിടാനും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഒരു കപ്പ് ചോറ്, വെള്ളമൊന്നും ഒഴിക്കാതെ അരയ്ക്കാൻ പറ്റുമെങ്കിൽ അരയ്ക്കാം. വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്യാം. ഇനി അരച്ചു വെച്ച ചോറിലേക്ക് സെയിം അതേ കപ്പ് കൊണ്ട് 2 കപ്പ് മൈദ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണമെങ്കിൽ ഒരു മുട്ട ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കാം. എങ്ങനെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കാം. അല്ലാതെ സാധാരണ നമ്മൾ കടയിലൊക്കെ പൊറോട്ട ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ, ഒരുപാട് പ്രസ് ചെയ്ത് അമർത്തി ഒത്തിരി നേരം എടുത്തിട്ട്. ഇതൊന്നും വേണ്ട, സാധാ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ച് മാറ്റി വയ്ക്കാം. വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. വേറെ എക്സ്ട്രാ ഈ അരച്ച ചോറിൻ്റെ ആ വെള്ളത്തോടു കൂടി നമുക്കത് കുഴച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിക്കുക കുഴയ്ക്കുമ്പോൾ. എന്നിട്ട് കുറച്ച് ഓയിൽ മീതെ ഒന്ന് തടവി കൊടുത്ത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ തന്നെ തയ്യാറാക്കണേക്കാട്ട് നല്ലത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത മാവ് നമുക്കൊരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് നമുക്കവിടെ വെച്ച് ഒന്നും കൂടി ഒന്ന് കുഴച്ച് 2 ഭാഗമാക്കിയിട്ട് എടുക്കാം. എളുപ്പത്തിനാണ് ഞാനിവിടെ ഈ ഒരു 2 കപ്പ് മൈദ, 1 കപ്പ് ചോറ് വെച്ചിട്ട് 8 പൊറോട്ടയാണ് ഉണ്ടാക്കിയത്. 2 ഭാഗമാക്കി മാറ്റിയതിന് ശേഷം അതിലൊരു ഭാഗം എടുത്തിട്ട് ചെറിയ പരമാവധി ഒരു ഏകദേശം ഒരു എന്താ പറയുക, നമ്മുടെ കൈക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു 4 ഭാഗമാക്കിയെടുത്തു. ഇതുപോലെ. എന്നിട്ട് നമുക്ക് പരത്താം. നല്ല കനം കുറച്ച് പരത്താം, അത്രേ വേണ്ടൂ. അത് എളുപ്പമാണ് കേട്ടോ, പരത്താനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം മൈദ ഓയിലൊക്കെ ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് ഇതുപോലെ കനം കുറച്ച് അത്ര ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. നന്നായി കനം ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് കുഴച്ച കാരണം നല്ല സോഫ്റ്റായിട്ടുള്ള മൈദ കൂട്ടാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം മീതെ. ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് മൈദ പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ മടക്കി എടുക്കാം. ഫുള്ളായിട്ട് ഇങ്ങനെ തെരുത്തെടുക്കുന്ന പോലെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയ. എന്നിട്ട് എന്താ, ഇതുപോലെ 2 അറ്റം പിടിച്ച് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുപോലെ നല്ല കനം കുറച്ച് പരത്തുക, കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് പരത്തിയെടുക്കാം. ഈ പരത്തുന്ന നേരം കൊണ്ട് ഞാനിവിടെ മുട്ടക്കറി തയ്യാറാക്കിയിട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്തു. രണ്ടാമത്തെ പൊറോട്ടയും ഇതുപോലെ മടക്കിയെടുത്തു. എന്നിട്ട് നല്ല നീട്ടി പിടിച്ച് അങ്ങോട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ 2 പൊറോട്ടയും ആയി. ഇനി ബാക്കിയുള്ളത് അതുപോലെ ആക്കിയതിന് ശേഷം ഇവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചു, പരന്ന ദോശത്തവ. എന്നിട്ട് ഒരു ചുരുട്ടി വെച്ച നമ്മുടെ ഒരു ബോളുണ്ടല്ലോ, അത് ഇതുപോലെ കൈൻ്റെ ഈ സൈഡ് കൊണ്ടൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഒരുപാട് അമർത്തി പരത്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുന്ന പോലെ ചെയ്താൽ മതി. വേണമെങ്കിൽ ചപ്പാത്തി കോല് വെച്ചിട്ടും പരത്താം കേട്ടോ. ഇനി നമുക്ക് ചുട്ടെടുക്കാം.
ഓവറായിട്ട് ഓയിലൊന്നും ഒഴിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് തട്ടി കൊടുക്കില്ലേ, ബ്രഷ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കില്ല, അതുപോലെ. ഇതേ രണ്ടാമത്തെയും ഇതുപോലെ പരത്തി കൊടുത്തു. ഈ കോൽ വെച്ചിട്ട് വേണമെങ്കിൽ ചപ്പാത്തി കോൽ വെച്ചിട്ട് ഇതുപോലെ ആക്കണമെങ്കിൽ ആക്കാം കേട്ടോ. ഒരുപാട് അമർത്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. സ്ലോലി റോൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ പൊറോട്ട പരന്ന് കിട്ടി. അങ്ങനെ നമ്മളിവിടെ 8 പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ചെയ്യാം കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞെടുക്കണ്ട. കാരണം ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ആ ബ്രഷ് കൊണ്ടൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം ബാക്കി എല്ലാ പൊറോട്ടയും ഇവിടെ തയ്യാറായി. എന്നിട്ട് ആദ്യം 4 പൊറോട്ട തയ്യാറാക്കിയപ്പോൾ ഞാനതേ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് നമ്മൾ കണ്ടിട്ടില്ലേ തട്ടുകടയിലൊക്കെ ഇതുപോലെ തട്ടി കൊടുക്കുന്നത്, അതുപോലെ തട്ടി കൊടുക്കുമ്പോൾ ലെയറായിട്ടുള്ള പൊറോട്ട ഇവിടെ തയ്യാറായി. മുട്ടക്കറിയിൽ കൂടെയാണ് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കിയത്. നിങ്ങൾക്കും ഇതുപോലെ തയ്യാറാക്കാം. ഡിന്നറിനോ ഒക്കെ ചിക്കൻ കറിയൊന്നും വേണമെന്നില്ല, മുട്ടക്കറിയിലും മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തിനാ പുറത്തുനിന്ന് വാങ്ങി പൈസ കളയുന്നത്, നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതുപോലെ നല്ല റെസിപ്പികളുമായി. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.